തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിനെതിരായ വികാരം ആലപ്പുഴയിലെ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. തീരദേശത്തെ വോട്ടിംഗ് രീതി പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും ഫലത്തിൽ പ്രകടമാണ്. പോരായ്മകൾ കണ്ടെത്തി തിരുത്തണം. കായംകുളം, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ BJP രണ്ടാമത് വന്നതിനെ നിസ്സാരമായി കാണാനാകില്ലെന്നും ആഞ്ചലോസ് പ്രതികരിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട 2 മണ്ഡലങ്ങളും തോറ്റതിന്റെ ആഘാതത്തിലാണ് CPI. നഷ്ടപ്പെട്ട സീറ്റുകളൊന്ന് പാർട്ടി മത്സരിച്ച മാവേലിക്കര ആയതിനാൽ ആഘാതം ഇരട്ടിയാണ്. ഫലം വിലയിരുത്തുന്ന CPI നേതൃത്വം തോൽവിയെ സ്വാധീനിച്ച പല ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനമാണ്. കരിമണൽ വിഷയത്തിൽ തീരദേശത്ത് അതിനോടുള്ള ഒരു പ്രതികരണം വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. കാരണം അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. അത് സംബന്ധിച്ച പ്രതിഷേധം തീരദേശത്ത് നിലനിൽക്കും. ഞാൻ പറഞ്ഞില്ല, പല മേഖലകളിൽ പലതരത്തിലുള്ള ഇത്തരം വിഷയങ്ങളാണ്. അത് പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെതിരായ വികാരം ശക്തമായിരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും ശക്തമെന്ന് പറയാൻ CPIക്ക് മടിയില്ല. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഗവൺമെന്റിനെതിരെയുള്ള, സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ഒരു വികാരം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിനാവശ്യമായ കുറെ പ്രവർത്തനങ്ങൾ LDF ബോധപൂർവം സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ വോട്ടർമാർക്കിടയിൽ അത് നന്നായി പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ പൊതുമുന്നേറ്റവും ഹരിപ്പാട്, കായംകുളം മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി 3ാം സ്ഥാനത്തായതും ഗുരുതരമായ പ്രശ്നമായി CPI കാണുന്നുണ്ട്. LDFന്റെ അടിസ്ഥാന വോട്ടുകളിൽ അങ്ങനെ വലിയ തോതിൽ മാറ്റം ഉണ്ടായി എന്ന് പറയുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ വോട്ട് പിടിച്ചതിനെ നിസ്സാരമായി കാണുകയും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഗൗരവപൂർവമായ പരിശോധന ആവശ്യമാണ്. ആലപ്പുഴ പോലൊരു ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തമായ ബേസുള്ള ഒരു മണ്ഡലത്തിൽ അത്തരം പോരായ്മകൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നന്നായി പരിശോധിച്ച് അത് പരിഹരിക്കാനാവശ്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് CPIയുടെ നിലപാട്. ജില്ലയിലെ മണ്ഡലങ്ങളിലെ ഫലം അവലോകനം ചെയ്യാൻ ഇന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവും ഞായറാഴ്ച ജില്ലാ കൌൺസിലും ചേരുന്നുണ്ട്. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ. ശ്രീജിത്ത് ചേരുന്നുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആലപ്പുഴയിൽ 2 ഇടങ്ങളിലാണ് BJP രണ്ടാം സ്ഥാനത്ത് വന്നത്. അത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് CPM-നെയും CPI-യും സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, മാവേലിക്കരയിലെ പരാജയവും കൂടിയാകുമ്പോൾ CPIക്ക് വലിയ ക്ഷീണവുമാണ്. പക്ഷേ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് TJ ആഞ്ചലോസ് പറയുന്നതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കരിമണൽ ഖനനം അടക്കം സർക്കാരിന് ഈ LDFന് ഇത്തവണ തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ LDFിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളായും എന്ന് വേണോ മനസ്സിലാക്കാൻ? അരുൺ, തീർച്ചയായും LDFിൽ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. CPI ഇപ്പോൾ എത്തി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നാണ്. അതിന് ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ ഒന്നായിട്ടാണ് തീരപ്രദേശത്തെ വോട്ടിനെ ബാധിച്ച വിഷയമായി കരിമണൽ ഖനനം CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് എടുത്തു കാട്ടുന്നത്. കാരണം തീരപ്രദേശത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട്. ഇത്തരത്തിൽ മറ്റ് സാമൂഹികമായ പ്രശ്നങ്ങളും ജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട് എന്ന് CPI തിരിച്ചറിയുന്നുണ്ട്. ഈ മേഖലയിൽ, അതായത് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള മണ്ഡലം കൂടിയാണ്. വടക്ക് അന്ധകാരനഴി മുതൽ തെക്ക് വലിയഴിക്ക് വരെയുള്ള നീണ്ട തീരപ്രദേശത്താണ് ഈ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ആഘാതം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അവിടങ്ങളിൽ തീരപ്രദേശങ്ങളിൽ LDFന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. ഇതിനൊരു കാരണം ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഖനന മേഖലയായി തങ്ങളുടെ പ്രദേശം മാറുമോ, തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഈ പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പുകളായ സപ്ലൈകോ അടക്കമുള്ള കാര്യങ്ങളിലെ മാവേലിസ്റ്റോറുകളിൽ സാധനമില്ലാത്ത അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു എന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ, അതായത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കർഷകരുടെ വിഷയങ്ങൾ, അപ്പോൾ ഈ മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തത്, മറ്റ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു എന്ന വിലയിരുത്തലാണ് ജില്ലയിലെ CPIക്കുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മാസം 10 ചേരുന്നുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഇത്തരം ചർച്ചകളും വിമർശനങ്ങളും കടന്നുവരും. അത് പൊതുവിൽ ഇടതുമുന്നണിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. LDF ഈ വിഷയങ്ങളൊക്കെ കൂലങ്കുഷമായി തന്നെ പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ 2026 കപ്പിനും ചുണ്ടിനുമിടയിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, BJPയുടെ വളർച്ച 3%-ലധികമായിരിക്കുന്നു. 3.5% BJPയുടെ വളർച്ചയുണ്ട്. 20% തൊടാൻ പോകുന്നു BJP. 3 മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് ആറ്റിങ്ങൽ, 2 ആലപ്പുഴ, ഒപ്പം തന്നെ തിരുവനന്തപുരവും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ശ്രദ്ധിച്ചിനി പ്രവർത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതെല്ലാം ഇടതുമുന്നണിയിൽ വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്നു.